ഗൈസ്, ദേവുവാണ്. ആക്ച്വലി ഞാൻ കുറച്ച് അവേഴ്സ് ബാക്ക് ഓഫ് ആണെന്ന് എനിക്കറിയാം. സമയം ഭയങ്കര പ്രഷ്യസ് ആണെന്ന് മനസ്സിലാക്കിയ സിറ്റുവേഷൻ ആണത്. ചില കാര്യങ്ങൾ പൊട്ടിക്കുന്ന സമയത്ത് തന്നെ പൊട്ടിക്കണം. സോ നമുക്ക് വേഗം കം ടു ദ പോയിന്റ് എന്നുള്ളൊരു വൈബിലോട്ട് എത്താം. ഇന്നലെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല ഗൈസ്. ഇപ്പോഴും ഞാൻ ഒരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തതും ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സംഭവമായ ബിഗ് ബോസ് സീസൺ 6 റിവ്യൂവറായ ഞാൻ ഈ വക കാര്യങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ. സോ ആക്ച്വലി ഇന്നലത്തെ എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡായിരുന്നു. ലാലേട്ടന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇൻ ദ സെൻസ് ലൈക്സ് ബോഡി മാനറിസം, കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ആൻഡ് വളരെ അയ്യേ എന്ന് തോന്നിയൊരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയോ എന്നുള്ളത്. പക്ഷെ കഴിഞ്ഞ സീസണിലൊന്നും ഈ സംഭവം ഇല്ലായിരുന്നു. ബിക്കോസ് നമുക്ക് പേരറിയായിരുന്നു, അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. ആൻഡ് 21 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് വലിയ രീതിയിൽ അടിയൊക്കെ പൊട്ടിയത്. പക്ഷെ ഇത്തവണത്തെ ഇത്രയും സീസൺ 5 വരെയുള്ള കാര്യങ്ങൾ കണ്ടുവന്ന ആളുകളാണ്. ഓഫ്കോഴ്സ് ഹിന്ദിയും തമിഴൊക്കെ കണ്ടുവന്ന ആൾക്കാരാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അറിയ പോലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അടി പൊട്ടിക്കണം. അടി പൊട്ടിച്ചാൽ മാത്രമേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഒറ്റ ഇന്റൻഷനോടുകൂടി വന്നിട്ട് തൊട്ടാനും പിടിച്ചതിനൊക്കെ വഴക്കുണ്ടാക്കുക. പ്രേക്ഷകർക്ക് വഴക്കാണ് ഇഷ്ടം, പ്രേക്ഷകർക്ക് കുത്തിത്തിരിപ്പാണ് ഇഷ്ടം. സോ അവിടെ പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ള മൈൻഡോട് കൂടിയിട്ടാണ് കണ്ടസ്റ്റൻസ് പോയേക്കണമെന്നുണ്ടെങ്കിൽ വൻ തോൽവിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് എപ്പോഴും കുത്തിത്തിരിപ്പും വഴക്കും നല്ല ഇഷ്ടം. സംസാരിക്കുന്നിടത്ത് സംസാരിക്കണം, സൈലന്റ് ആവേണ്ടടുത്ത് സൈലന്റ് ആവണം. സോ ഗബ്രിയോട് പേര് ചോദിച്ചപ്പോൾ അറിയാൻ പാടില്ല. അവിടെ ആകപ്പാടെ രതീഷാണ് തെറ്റാതെ ശ്രീതുവിന്റെ പേര് മാത്രം ജസ്റ്റ് ഒന്ന് ഇതാക്കി പറഞ്ഞു. ബാക്കി എല്ലാവരുടെയും പേര് കറക്റ്റായിട്ട് പറഞ്ഞു. അതിനപ്പുറം ലൈക്ക് ശ്രീതുവിനോട് ഗബ്രിയെ പറ്റി ചോദിച്ചപ്പോൾ അറിയില്ല. ഗബ്രിക്ക് ഡീറ്റെയിൽസ്, ഗബ്രിക്ക് ഒരു ബോധവും വെളുപ്പും ഒന്നുമില്ല. ചോക്ലേറ്റ് ആരുടെ കയ്യിൽ കൊടുത്തത് അവന് ഓർമ്മയില്ല. അതേപോലെ പേര് കാര്യങ്ങൾ ചോദിച്ചാൽ ഒന്നും ഓർമ്മയില്ല. ആക്ച്വലി ഗബ്രി അവിടെ എന്താണ് കൊടുക്കുന്നത്, ഗബ്രി എന്ത് കണ്ടന്റാണ് അവിടെ കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ജാസ്മിന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു കോമ്പോനെ ഒഴിച്ച് പുള്ളി എന്താ കാണിച്ചു കൊടുക്കുന്നത് എനിക്കറിയാൻ പാടില്ല. എനിക്ക് വൻ ഇതായിട്ടാണ് തോന്നിയത്. ഈവൻ ആസ് എ എക്സ് കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഗബ്രിയുടെ ഭാഗത്തുനിന്ന് ഒരു കോൺട്രിബ്യൂഷനും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ. ആൻഡ് ലാലേട്ടൻ ചോദിക്കുന്നൊരു സംഭവമുണ്ട്. ആരോടാണ്, രതീഷിനോടാണോ റോക്കിയോടാണ്? റോക്കിയോട് അറിയോന്ന് നോക്കുമ്പോ ഓൾമോസ്റ്റ് എന്ന് പറയുമ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നതൊക്കെ ഉണ്ട് ആൾമോസ്റ്റ് എന്നുള്ളത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോ ആൻഡ് ഇന്നലത്തെ ആ ഒരു ഹീറോ സംഭവങ്ങൾ അതിൽ സിജോന്റെ കുറച്ച് ഹൈലൈറ്റഡ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ലാലേട്ടനായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പുള്ളി സംസാരിച്ചത്. സോ അവിടെ സംസാരിക്കാൻ കഴിവുള്ള ആളെന്ന് മാത്രമല്ല, എങ്ങനെ സംസാരിക്കണം എന്നുള്ള ഒരു കഴിവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പിടിച്ചേക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് പവർ ടീമും അവരെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് സിജോ പറഞ്ഞ ഒരു കാര്യം, ഞാനിപ്പോ ഹീറോ ആയിട്ടാണ് കയറിയിരിക്കുന്നത്, സൂപ്പർ സ്റ്റാർ ആയിട്ട് ഇറങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ലാലേട്ടൻ ആദ്യമായിട്ട് വന്നത് ഹീറോ ആയിട്ടാണ്, ദെൻ ആഫ്റ്റർ ദാറ്റ് ആണ് സൂപ്പർ സ്റ്റാർ ആയതെന്നുള്ള സംഭവം. പക്ഷെ ഇന്നലത്തെ ലാലേട്ടന്റെ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത് റോക്കിയാന്ന് ഞാൻ പറയും. കാരണം വിശക്കുന്നവന്റെ അന്നം മുട്ടിക്കുന്നവൻ ഒരിക്കലും ഹീറോ ആവില്ല എന്നാണ് ഗബ്രിക്ക് കൊടുത്ത ആ ഒരു കുത്ത്. അത് ആബ്സല്യൂട്ട്ലി കറക്റ്റ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ റോക്കി അത് പച്ചയ്ക്ക് ചോദിക്കുന്നുണ്ട്, നീ എന്താ കാണിക്കുന്നത്, എവിടെ നീ ഇവിടെ കറങ്ങി നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നല്ലാതെ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് ജാസ്മിന് നന്നായിട്ട് കൊള്ളുകയും ചെയ്തു. എന്താണെന്നറിയത്തില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ ഗബ്രി എന്തെങ്കിലും പറയുമ്പോൾ ജാസ്മിൻ എന്തെങ്കിലും റിയാക്ട് ചെയ്യുന്ന, ജാസ്മിന്റെ ദേഹത്താണ് കൊള്ളുന്നത് എന്നുള്ളൊരു ഡൗട്ട് ഈവൻ റോക്കിയത് ഓപ്പണായിട്ട് ചോദിക്കുകയും ചെയ്തു. നിനക്കെന്താ വിഷയം, ഞാൻ ജാസ്മിനോടല്ലോ ഗബ്രിയോടാണല്ലോ സംസാരിച്ചതെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ആകെ മൊത്തം ഇങ്ങനത്തെ ഒരു ടാസ്ക് ആണെങ്കിലും, ആ ചീട്ട് കൈമാറുന്ന ടാസ്ക് ആണെങ്കിലും എനിക്ക് അറിയാവുന്ന, നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നും. പക്ഷെ ആ സാധനം ഇവിടെ വച്ച് പാസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ സംഭവമല്ല. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. പക്ഷെ ജാസ്മിന്റെ ടീമാണ് ജയിച്ചത്. ആൻഡ് വേറൊരു കാര്യം ശ്രദ്ധിച്ചോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാസ്ക് നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മുടെ ഗബ്രിയും റോക്കിയും തമ്മിൽ മുട്ടനടിയായിരുന്നു. മറ്റേ ഹീറോ മാറ്റി പവർ ടീമിന് മാത്രമേ ഇത് മാറ്റാനുള്ള എന്താ പറയാ ആ ഒരു പെർമിഷൻ ഉള്ളൂ. പക്ഷെ റോക്കി സംസാരിച്ച് റോക്കി ഗബ്രിയുടെ ആ ഒരു ഇതെടുത്ത് മാറ്റി സീറോ ആക്കിയത് അത് ലാലേട്ടൻ വരെ അക്സെപ്റ്റ് ചെയ്തു. കാരണം വിശക്കുന്ന ഒരാൾക്ക് എടുത്ത് മാറ്റി അങ്ങനെ ചെയ്യാൻ പാടില്ല. സോ അത് നല്ല രീതിയിലുള്ള സ്കോറിംഗ് ആയിരുന്നു. ടിൽ ആ ഒരു ലാലേട്ടൻ കട്ട കളിപ്പായിരുന്ന ഒരു റഫ് മോഡ് ആണെങ്കിൽ പോലും ഇന്നലത്തെ ഇത്രയുമുള്ള ഒരു ദിവസങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇന്നലത്തെ ഒരു എപ്പിസോഡ് തന്നെയാണ്.